നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യം വരുന്നില്ല. ഗ്യാസിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട. ഗ്യാസ് കിട്ടുമോ കിട്ടായിരിക്കുമോ ഇപ്പം ഞാൻ വെച്ചതിന് ശേഷമുള്ള ആശാണ്. ഇത്രയേ ഉള്ളൂ മൊത്തം? ഇത്ര, അതായത് ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ വെച്ചിട്ട്. ഇത് കത്തിക്കാനായിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഇത് മതി ഇത് കത്തിക്കാൻ. അതുകൊണ്ട് നമുക്ക് കത്തിച്ച് എടുക്കാം. ബാക്കി ആവശ്യത്തിന് വിറക് വെച്ച് കൊടുത്താൽ മതി, നമ്മുടെ ചൂടിൻ്റെ ആവശ്യത്തിന്. ഞങ്ങൾ കർപ്പൂരം വെച്ചിട്ട് കത്തിക്കും. ഡയറക്റ്റ് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വിറക് അടുപ്പ് കത്തിക്കുന്ന പോലെ തന്നെ, സാധാ അടുപ്പ് കത്തിക്കുന്ന പോലെ തന്നെ കത്തിച്ചെടുത്താൽ മതി. ചുള്ളിക്കമ്പ് വെച്ചിട്ട് കനലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഓരോ ഘട്ടത്തിനനുസരിച്ച് വെച്ചാൽ മതി. ചൂട് കൂട്ടാനും കുറയ്ക്കാനും വിറക് കയറ്റി വെച്ചിരുന്നാൽ മതി. ഫ്ലെയിം നമ്മൾ വിറകിൽ പെട്ടെന്ന് കുറയത്തൊന്നുമില്ല. പെട്ടെന്ന് ഫ്ലെയിം കുറയ്ക്കാനൊന്നും പറ്റത്തില്ല, ചൂട് കുറയ്ക്കാൻ പറ്റില്ല. കാരണം ഇത് വിറകല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യം വരുന്നില്ല. ഗ്യാസിനെ കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട. ഗ്യാസ് കിട്ടുമോ കിട്ടായിരിക്കുമോ ഇനിയിപ്പോൾ അറിയാലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പോഴാണ് കിട്ടുന്നത് എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. റെഗുലറായിട്ട് എനിക്ക് റെഗുലറായിട്ട് ഒരു കുറ്റി ആവശ്യമാണ്, ഡെയിലി ഒരു കുറ്റി ആവശ്യമാണ്. അപ്പോൾ അത് റെഗുലറായിട്ട് കിട്ടിയെങ്കിലേ പറ്റും. ഇപ്പം സിവിൽ സപ്ലൈസ് വഴി നമുക്ക് നമ്മുടെ പേഴ്സൻ്റെ അടിസ്ഥാനത്തിലുള്ള കിട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് തികയത്തില്ല. അതൊരു ചായക്ക് മാത്രം അതോടാം. ഇതെനിക്ക് പൊരിപ്പിന് വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതിനിപ്പോൾ ഗ്യാസിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഫാൻ വർക്ക് ചെയ്യാനുള്ള. കനലായി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീ വിറക് ഒഴിവാക്കി ഓഫ് ചെയ്യാം. അങ്ങനെ സാധാ അടുപ്പ് ഓഫ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിലും കിടക്കുന്ന ചൂടിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാം. പിന്നെ നല്ല ചൂടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ നല്ല ചൂടായതിൽ രാവിലെ ഓടി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല രാവിലെ ഉണ്ട്. വൈകിട്ട് നമ്മൾ ഓഫ് ചെയ്തിരുന്നതിൻ്റെ കനൽ രാവിലെ ഉണ്ടാവും. ഇതുവഴി വിറവ് കട്ട് ചെയ്ത് ഇല്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വിറവ് വെക്കും. കയറി അപ്പം വിറക് കത്തുന്ന പുക ഉണ്ടാകത്തില്ല. ഇല്ല, ഗ്യാസിൽ എത്തുന്ന പോലെ തന്നെ പുകയോ കാര്യങ്ങളൊന്നും, വിറക് എത്തുന്ന പോലുള്ള പുകയോ കാര്യങ്ങളൊന്നും ഇല്ല. ചൂടും അത്ര വിഷയം വരുന്നത്. കാരണം എനിക്ക് നേരത്തെ ഇരുന്ന സ്റ്റൗ എന്ന് പറഞ്ഞാൽ 3 ബർണറിൻ്റെ സ്റ്റൗ ആയിരുന്നു, വലിയ സ്റ്റൗ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അത്രയും പോലും ചൂട് അടുത്ത് ആവുന്നില്ല. അതെ, ഇതിൽ ഞാൻ 14 ഐറ്റം കടികൾ ഇടുന്നുണ്ട് നമ്മളിവിടെ. ഞാൻ മൊത്തം 16 ഐറ്റമാണ്. അപ്പോൾ അതിനകത്ത് 3 എണ്ണം നമുക്ക് ഈ ചൂടിൻ്റെ ഒരു പെട്ടെന്നുള്ളത് കൊണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ആയി വരുന്നേ ഉള്ളൂ. ഒരു 3 ഐറ്റം കടികൾ ഞാൻ കട്ട് ചെയ്തു. ഇനി ഗ്യാസ് വേണ്ട ശരിക്കും. നമുക്ക് പോവാം. ഈ ഒരു സെക്ഷൻ എൻ്റെ ഓടും. ഇത് വാങ്ങാൻ അന്വേഷിച്ചപ്പം നമുക്ക് വിലയ്ക്ക് കിട്ടും. അപ്പോൾ അത് താമസം എടുക്കും. 5 മാസത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും സമയം നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കട അടച്ചിടേണ്ടി വരും. ഗ്യാസില്ല വരുമ്പോൾ കട അടച്ചിടേണ്ടി വരും. കട അടച്ചിട്ട് കഴിഞ്ഞാൽ തൊഴിലാളികളുണ്ട്, 8-9 തൊഴിലാളികൾ. അപ്പോൾ അവരുടെ കുടുംബങ്ങൾ, അപ്പോൾ എൻ്റെ കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. ആലോചിച്ച് ഒരെണ്ണം ചെയ്തെടുക്കാമെന്ന് അങ്ങനെ ചിന്തിച്ച് ചെയ്തെടുത്തതാണ്. മറ്റേതിനെക്കാട്ടും ലാഭം. അത് ഞാൻ വാങ്ങാൻ ഈ സൈസ് നോക്കിയപ്പോൾ 34,000 രൂപയാണ് അവരതിൻ്റെ പ്രൈസ്. 34,500 രൂപയാണ് പ്രൈസ് പറഞ്ഞത്. ഇതേ സൈസാണ്, ഇതേ മെഷർമെൻറ്റിൽ. നമ്മൾ ചെയ്തപ്പോൾ അത്രയും വന്നിട്ടില്ല. എണ്ണ ചൂടായി, തീ കയറിയിട്ടുണ്ട്, എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒരു ഗ്യാസിൻ്റെ അത്രയും വരുത്തില്ലെങ്കിൽ എന്നാലും ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൊണ്ട് ചൂടാവും. ഫാൻ ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. ഈ ഫാനിൻ്റെ കാറ്റിനനുസരിച്ച് നമുക്ക് എയർ ഫ്ലോ പോകുന്നതിനനുസരിച്ച് നമുക്ക് ഫയർ കൂടുകയും കുറയുകയും ചെയ്യാൻ പറ്റും. ഫാനാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഒരാഴ്ച ഇത് വെച്ചതിന് ശേഷമുള്ള ആഷ് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ വെച്ചതിന് ശേഷമുള്ള ആഷാണ് ഇത്രയേ ഉള്ളൂ മൊത്തം. അതായത് ഇപ്പോൾ ഒരാഴ്ചയായി ഞാൻ വെച്ചിട്ട് അത്ര ആഷ് ഉള്ളൂ. ഇതിപ്പം ഗ്യാസ് വെച്ച് എണ്ണ തിളയ്ക്കുന്നത് പോലെ തന്നെ അതിനെക്കാട്ടിലും ഒരു പക്ഷേ അതിനെക്കാട്ടിലും വേഗത്തിൽ എണ്ണ ചൂടായി തിളച്ച് ഇനിയിപ്പോൾ നമുക്ക് ഐറ്റങ്ങൾ ഇട്ട് തുടങ്ങാം. അതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വിറകടുപ്പായതുകൊണ്ട് വിറകടുപ്പിൽ വേകുന്നുണ്ട്. അതിന് രുചിയിലും നമ്മുടെ ഇതിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ രുചിയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഗ്യാസ് പോലല്ല. അത് ആളുകൾ പറയുന്നുണ്ട്. പെർഫെക്ഷനും നമുക്ക് ആ കളറും അതുമൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഗ്യാസിനെക്കാട്ടിലും നല്ലപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. പുക കനലായി കഴിഞ്ഞാൽ കനലിതായി കഴിഞ്ഞാൽ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുകയില്ല. എന്തുകൊണ്ട് നേട്ടമാണ്.
നേട്ടം എന്നുള്ളതല്ല, നമ്മുടെ സാഹചര്യം ഇപ്പം എനിക്ക് അടച്ചിടാതെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നുള്ള സാഹചര്യം, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിന് സാമ്പത്തിക നേട്ടമുണ്ട്. സാമ്പത്തിക നേട്ടം, അതിനോടൊപ്പം സാമ്പത്തിക നേട്ടമുണ്ട്. ഒരു ഗ്യാസ് വേണ്ടെടുത്ത് ഇപ്പോൾ ഒരു ഗ്യാസ് വേണ്ടെടുത്ത് എനിക്ക് അതിൻ്റെ പകുതി ആവുന്നുണ്ട്.